ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയം. ആശയവിനിമയം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The word communication is derived from the Latin origin communis. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇറ്റ് മീൻസ് കോമൺ. അതിന്റെ മീനിങ് വരുന്നത് കോമൺ എന്നാണ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് കറസ്പോണ്ടൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിന്റെ മീനിങ് കറസ്പോണ്ടൻസ് എന്നാണ്. കമ്മ്യൂൺ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who lived together sharing the work and things they own. Commune means a group of people who lived together sharing the work and things they own. ഇങ്ങനെ കമ്മ്യൂണിക്കേഷന് പല മീനിങ്ങുകൾ പറഞ്ഞു. അതായത് ആശയവിനിമയം. നമുക്കറിയാം, ആശയവിനിമയം ഇല്ലെങ്കിൽ ലൈഫ് തന്നെ സ്പോയിലാണ്. നമുക്കൊന്നിനും കഴിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള സക്സസും അതുപോലെ തന്നെ നഷ്ടവും കഷ്ടവും എല്ലാം തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് അനുസരിച്ചായിരിക്കുന്നത്. ആശയവിനിമയം, നല്ല രീതിയിലുള്ള ആശയവിനിമയം വളരെ അധികം നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്നു. നമ്മളുടെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ വരുത്താനും ഇത് വളരെ ഉപയോഗപ്രദമാവുന്നു. നമ്മളുടെ ആശയവിനിമയം നേരായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അതുകൊണ്ട് നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എല്ലാവർക്കും നിർബന്ധമാണ്. ആശയവിനിമയം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് ലാറ്റിൻ ഒറിജിനായ കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഈ വാക്കിന്റെ അർത്ഥം പറയുന്നത് കോമൺ എന്നാണ്. കോമൺ. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം കറസ്പോണ്ടൻസ് എന്നാണ്. കറസ്പോണ്ടൻസ്, ആശയവിനിമയം, കറസ്പോണ്ടൻസ്, എഴുത്തിടപാട് എന്നെല്ലാം അതിന് പറയാം. കമ്മ്യൂൺ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ്ഡ് ടുഗദർ. ആളുകൾ ഒരുമിച്ച് താമസിക്കുകയും ഷെയറിംഗ് ദ വർക്ക് ആൻഡ് തിങ്സ് ദേ ഓൺ. അവർക്ക് സ്വന്തമായിട്ടുള്ള വർക്കുകളും അതുപോലെ വസ്തുവകകളും ഷെയർ ചെയ്യുകയുമാണ് കമ്മ്യൂൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ലാറ്റിൻ ഒറിജിനായ കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്നാൽ കറസ്പോണ്ടൻസ്. കമ്മ്യൂൺ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ് ടുഗദർ ഷെയറിംഗ് ദ വർക്ക് ആൻഡ് തിങ്സ് ദേ ഓൺ. വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുകയും അവർക്ക് സ്വന്തമായുള്ള വർക്കുകളും അതുപോലെ തന്നെ വസ്തുക്കളും ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നാണ് കമ്മ്യൂൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തെല്ലാമാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നോക്കൂ. ടു ഷെയർ ഇൻഫോർമേഷൻ വിത്ത് അതേഴ്സ് ബൈ സ്പീക്കിംഗ്, റൈറ്റിംഗ്, മൂവിങ് യുവർ ബോഡി ഓർ യൂസിങ് അതർ സിഗ്നൽസ്. കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് സാധ്യമാകുന്നത് ടു ഷെയർ ഇൻഫോർമേഷൻ, എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും ഷെയർ ചെയ്യുന്നതിന് സാധിക്കുന്നു. ബൈ സ്പീക്കിംഗ്, അത് സ്പീക്കിംഗ് വഴിയാണെങ്കിലും, റൈറ്റിംഗ് വഴി, അല്ലെങ്കിൽ മൂവിങ് യുവർ ബോഡി ഓർ യൂസിങ് അതർ സിഗ്നൽസ്, നമ്മുടെ ശരീരഭാഗങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് സിഗ്നലുകൾ കാണിച്ചുകൊണ്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത്. പലതരത്തിലുള്ള ആശയങ്ങളെ നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസിനെ നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടു ഷെയർ ഇൻഫോർമേഷൻ വിത്ത് അതേഴ്സ്
ബൈ സ്പീക്കിംഗ് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് സ്പീക്കിംഗ് വഴി, റൈറ്റിംഗ് വഴി, മൂവിങ് യുവർ ബോഡി നമ്മുടെ ശരീരഭാഗങ്ങൾ ചലിപ്പിച്ചുകൊണ്ട്, ഓർ അതർ യൂസിങ് സിഗ്നൽസ് അല്ലെങ്കിൽ മറ്റ് സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. Then to talk about your thoughts and feelings and help other people understand them. To talk about your thoughts, നമ്മളുടെ ചിന്തകളെയും അതുപോലെ നമ്മളുടെ ഫീലിങ്സ് എല്ലാം തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ വഴി കഴിയുന്നു. That is communication. The different ways of sending information between people and places such as post, telephones, computers and radios. ഇങ്ങനെ പല രീതിയിൽ ഡിഫറെന്റ് വേസ്, പല രീതിയിൽ പല വഴികളിലൂടെ നമ്മൾ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. ബൈ പോസ്റ്റ് വഴി, ടെലിഫോൺസ് വഴി, കമ്പ്യൂട്ടറുകൾ വഴി, റേഡിയോസ് വഴി തുടങ്ങിയ പല രീതിയിലും പല വഴികളിലൂടെയും നമ്മൾ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. A meeting of a group of people with a teacher or an expert for training, discussion, a subject, etc. So, a meeting of a group of people, ഒരു കൂട്ടം ആളുകൾ ചേർന്നുള്ള മീറ്റിങ്ങുകൾ അതൊരു ടീച്ചർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പെർട്ട് ട്രെയിനിങ് നടത്തുന്നത് വഴിയോ അല്ലെങ്കിൽ ഡിസ്കഷനുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയോ ചെയ്യുന്നതെല്ലാം തന്നെ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്കെല്ലാം അതുവഴി പാസ് ചെയ്യപ്പെടുന്നത്. That is communication. Then communication is necessary. For good communication is necessary. ഇപ്പോ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്, എല്ലാവർക്കും ആവശ്യമാണ്. ജീവിതത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനും നമുക്ക് ഭൂമിയിൽ പല ഒബ്സ്റ്റാക്കിൾസിനെ നേരിടുന്നതിനും പല പ്രോബ്ലംസിനെ നേരിടുന്നതിനും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായും വേണം. അതുകൊണ്ട് മാത്രമല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് നെസസറി. ചില ഫീൽഡുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ തന്നെ അത്യാവശ്യമായിട്ട് വരും. നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നേരായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പല പ്രോബ്ലംസും ഉണ്ടാകാം. അപ്പൊ നോക്കുക, ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഒറിജിൻ കമ്മ്യൂണിസ്. കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് കറസ്പോണ്ടൻസ്. ഇറ്റ് മീൻസ് കോമൺ. Communication means correspondence. Commune means a group of people who live together sharing the work and things they own. Commune എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഒരുമിച്ച് ജീവിക്കുകയും അവർക്കുള്ള വർക്ക് അതുപോലെ മറ്റ് വസ്തുവകകൾ ഷെയർ ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. Then എന്താണ് കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? To share information with others by speaking, writing, moving your body or using other signals. അപ്പോൾ ഇൻഫർമേഷൻ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത് പല രീതിയിലൂടെയാണ്. സ്പീക്കിംഗ്, നമ്മൾ പറയുന്നു. ദെൻ റൈറ്റിംഗ്, എഴുത്തുവഴി. ദെൻ മൂവിങ് യുവർ ബോഡി, നമ്മുടെ ശരീര അവയവങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് പല തരത്തിലുള്ള ആശയവിനിമയം നമ്മൾ നടത്താറുണ്ട്. തല ആട്ടാറുണ്ട്, ഷോൾഡർ ഷേക്ക് ചെയ്യാറുണ്ട്, തല നോഡ് ചെയ്യാറുണ്ട്. ദെൻ പലതരത്തിലുള്ള സിഗ്നലുകൾ, സിംബലുകൾ കാണിക്കാറുണ്ട്. എല്ലാം തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ്. നമുക്ക് എല്ലാം തന്നെ ആശയവിനിമയമാണ്. എല്ലാ തരത്തിലും നമ്മൾ ആശയവിനിമയങ്ങൾ നടത്തുന്നു. ടു ടോക്ക് അബൌട്ട് യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, നമുക്കുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ ഫീലിങ്സ് എല്ലാം തന്നെ നമ്മൾ മറ്റൊരാളോട് പല രീതിയിൽ അറിയിക്കുന്നുണ്ട്. അത് നമ്മൾ സ്പീച്ച് വഴി പറഞ്ഞിട്ട് അറിയിക്കുന്നു, എഴുതി അറിയിക്കുന്നു, പലതരത്തിലുള്ള എക്സ്പ്രഷൻ വഴി നമ്മൾ അറിയിക്കാറുണ്ട്. പല രീതിയിൽ നമ്മൾ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നു. Then different ways of sending information between people and places such as post, telephones, computers, radios. ഇതൊക്കെ പല ways of different ways ആണ്. സെൻഡിങ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനുള്ള പല വഴികളാണ്. പോസ്റ്റ് വഴി, ടെലിഫോൺസ് വഴി, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് റേഡിയോസ്. നമുക്കറിയാം പോസ്റ്റ് വഴി നമ്മൾ ലെറ്റർ ഒക്കെ അയച്ചിരുന്നത് പോസ്റ്റ് വഴിയാണ്. ഇന്ന് നമുക്ക് അതൊക്കെ വളരെയധികം കുറഞ്ഞു വന്നു. ദെൻ ടെലിഫോൺ വഴി നമ്മൾ ആശയവിനിമയം വളരെ കുറഞ്ഞ സമയത്ത് വളരെ കൂടുതൽ അകലത്തിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് കഴിയുന്നു.
കമ്പ്യൂട്ടർ വഴി, ഇന്റർനെറ്റ് വഴി നമ്മൾ സെക്കൻഡിനുള്ളിൽ നമുക്ക് അപ്പൊ തന്നെ ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. റേഡിയോസ് വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. A meeting of a group of people with a teacher on an expert training discussion a subject. ഒരു മീറ്റിംഗ് ആണെങ്കിൽ അത് ആശയവിനിമയമാണ്. കുറെ ആളുകൾ കൂടിയുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിൽ അത് ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത്. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് വന്ന് ട്രെയിനിങ് നൽകുന്നതും ഡിസ്കഷനുകളും അതുപോലെ ഒരു പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതും എല്ലാം തന്നെ ആശയവിനിമയമാണ്. ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. Then good communication skill is necessary. അപ്പോൾ പല മേഖലയിലും നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു വ്യക്തിയെ സക്സസ് ആക്കും. ഒരു വ്യക്തിയുടെ നല്ല സംസാരമാണ് അവരെ എല്ലാം കൊണ്ടും വാല്യുബിൾ ആക്കുന്നത്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. Then importance. എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു-വേ പ്രോസസ്. ഒരു ടു-വേ പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ടും മാത്രമല്ല ഇങ്ങോട്ടും. ഒരു സെൻഡർ മെസ്സേജുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് ഒരു റിസീവർ റിസീവ് ചെയ്യുന്നു. ദെൻ ടു പാർട്ടീസ്, ഒരു കമ്മ്യൂണിക്കേഷനിൽ ടു പാർട്ടീസ് ആണ് സെൻഡർ ആൻഡ് റിസീവർ. It has a transmitter or a sender and a receiver. Transmitter അല്ലെങ്കിൽ sender and a receiver. രണ്ട് പാർട്ടീസ് ആണ്. It is a two-way process. ഒരു കമ്മ്യൂണിക്കേഷനിൽ രണ്ട് പാർട്ടീസ് ആണുള്ളത്. ഒന്ന് സെൻഡർ ആൻഡ് റിസീവർ. Sender transfer the messages to the receiver. Receiver receive the messages and give feedback. When a sender is sending message, the receiver give a mental or physical response. അപ്പോൾ സെൻഡർ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് റിസീവർക്ക് ലഭിക്കുകയും ആ റിസീവർ അത് മെന്റലി ഓർ ഫിസിക്കലി എന്തെങ്കിലും ഒരു തരത്തിലുള്ള റെസ്പോണ്ട് ചെയ്യുകയും ചെയ്താൽ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയമാണ് ഇവിടെ നടക്കുന്നത്. Early men express their ideas through symbols and gestures. നമുക്കറിയാം ആദിമ മനുഷ്യൻ എങ്ങനെയാണ് അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്തിരുന്നത്. ത്രൂ സിമ്പിൾസ് പല സിമ്പലുകൾ ഉപയോഗിച്ച്, ആൻഡ് ഗസ്റ്റേഴ്സ് മറ്റു പല സിഗ്നലുകള്, ചിത്രങ്ങള്, അതുപോലെ തന്നെ മറ്റു പല രീതിയിൽ അവരുടെ ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്തിരുന്നു. Early men express their ideas through symbols and gestures. ആംഗ്യ ഭാഷ ഉപയോഗിച്ചിരുന്നു, പല ചിത്രങ്ങൾ വരച്ചിട്ട് ഉപയോഗിച്ചിരുന്നു, മറ്റു പല മെത്തേഡ്സ് അവർ ഉപയോഗിച്ചിരുന്നു, പല ഒബ്ജക്റ്റ് ഉപയോഗിച്ചിരുന്നു, പല സിമ്പലുകൾ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയെല്ലാം ആദിമ മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്നു. Then after spoken words were used for expression. Then അതിന് ശേഷം spoken words were used for expression. നമ്മുടെ ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി സ്പോക്കൺ വേർഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഭാഷ വന്നതോടുകൂടി സ്പോക്കൺ വേർഡ്സ് നമ്മൾ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യാൻ തുടങ്ങി. Our 70% of his or her active time used for communicating. ഒരു വ്യക്തിയുടെ ആകെ ടൈമിന്റെ 70% ഓഫ് ടൈം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും 70% ഓഫ് അവർ ടൈം, നമ്മുടെ ടൈമിന്റെ 70% നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നോക്കൂ, an infant to start talking with its father and mother by expression of sounds. ഒരു ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ, ഒരു ചെറിയ കുട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആശയവിനിമയം നടത്താനുള്ള ശ്രമം നടത്തി തുടങ്ങും. പല ശബ്ദങ്ങളിലൂടെ അച്ഛനോടും അമ്മയോടും പല അവരുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കറിയാം ചെറിയ കുട്ടികള് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തെ ആ ആദ്യ ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതുപോലെ തന്നെ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ്. പക്ഷികളും മറ്റു മൃഗങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരും അവരുടെ ശബ്ദം ഉപയോഗിച്ചും പല രീതിയിൽ അവര് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ആശയവിനിമയം. ഇപ്പോ പാരറ്റ്, ഒരു തത്ത എടുക്കാം. തത്ത അതിന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്
നമ്മളെ പോലെ സംസാരിക്കുന്നു. നമുക്കറിയാം തത്തകളെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നു. നമ്മൾ വരുന്ന സമയത്ത് അത് ശബ്ദം ഉണ്ടാകുമ്പോൾ സംസാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ് ആണ്. ഒരു സെൻഡറും ഒരു റിസീവറും അതിലുണ്ട്. When a sender sending a message, a receiver gives mental or physical response. Sender ഒരു മെസ്സേജ് സെൻഡ് ചെയ്യപ്പെടുമ്പോൾ റിസീവർ അത് ലഭിച്ചതിന് ശേഷം മെന്റലി ഓർ ഫിസിക്കലി റെസ്പോണ്ട്, ഏതെങ്കിലും ഒരു രീതിയിൽ അതിനെ റെസ്പോണ്ട് ചെയ്യണം. Early men express their ideas through symbols and gestures. ആദ്യ മനുഷ്യൻ അവരുടെ ആശയവിനിമയം നടത്തിയിരുന്നത് പല സിംബലുകൾ ഉപയോഗിച്ചും പല ശബ്ദങ്ങൾ ഉപയോഗിച്ചും പല ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ചും പല സിഗ്നലുകൾ കാണിച്ചും ആംഗ്യ ഭാഷ ഉപയോഗിച്ചൊക്കെയാണ് ആദിമ മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്നത്. ദെൻ സ്പോക്കൺ വേർഡ്സ്, ഭാഷ വന്നതോടുകൂടി സ്പോക്കൺ വേർഡ്സിൽ നമ്മളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളുടെ ആശയങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി. Then after spoken words were used for expression, then our 70% of his or her active time used for communicating. ഏതൊരു വ്യക്തിയും അവരുടെ ആക്റ്റീവ് ടൈമിന്റെ 70% കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. An infant to start talking with his father and mother. ഇത് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഒരു ഇൻഫാന്റ് ആയിരിക്കുന്ന വളരെ ചെറിയ ബേബി ആയിരിക്കുന്ന സമയത്ത് തന്നെ ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾ ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബേർഡ്സ്, അനിമൽസ് എല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. Then there is also a messenger called channel. ഇപ്പോൾ സെൻഡറിൽ നിന്നും ഒരു മെസ്സേജ് റിസീവറിലേക്ക് എത്തുന്നത് ഏതെങ്കിലും ഒരു മീഡിയ വഴിയാണ്. ഒരു മീഡിയേറ്റർ ഉണ്ടായിരിക്കും. ആ മീഡിയേറ്ററിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. There is also a messenger called channel. മെസ്സേജ് വാഹക, മെസ്സേജ് വഹിച്ചു കൊണ്ടുപോകുന്ന ആ മീഡിയത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. People differ their communication skill. ഓരോ ആളുകളും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വ്യത്യസ്തരാണ്. ചിലർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ചിലവർക്ക് കുറഞ്ഞ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. They need developing their skills in communication by effective training. അതിനുവേണ്ടി പല എഫക്റ്റീവ് ട്രെയിനിങ്ങുകൾ ലഭ്യമാണ്. ഈ എഫക്റ്റീവ് ട്രെയിനിങ്ങുകൾ വശമാക്കി നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നേടിയെടുക്കണമെന്നാണ് പറയുന്നത്. Then training helps developing the skills needed for business, networking and improve their communication skills. ഇത്തരത്തിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങുകള് ബിസിനസ്, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് തുടങ്ങിയ മേഖലകളിലും അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. പല അവസരങ്ങളിലും ഇന്റർവ്യൂ, അതുപോലെ ജോബ്, പല സ്ഥലങ്ങളിലും നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമായി വരാറുണ്ട്. The right message can be communicated to the right person at the right time. ഇപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങിലൂടെ ഏതൊരു വ്യക്തിക്കും സ്വായത്തമാക്കാൻ കഴിയുന്നു. റൈറ്റ് മെസ്സേജ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. There are various types of skill developments. പലതരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ്സുകൾ ഉണ്ട്. ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, ഇൻഫ്ലുവൻസിങ് എല്ലാം, നെഗോഷിയേറ്റിംഗ്, ഫെസിലിറ്റേഷൻ, എഫക്റ്റീവ് പ്രസന്റേഷൻ, റെസ്പോണ്ടിങ് എക്സെട്ര. ഇതിനെല്ലാം തന്നെ നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങിലൂടെ നമുക്ക് സാധ്യമാക്കാവുന്നതാണ്. There is also a messenger call channel. അപ്പോ ആശയവിനിമയത്തിന്റെ ഇടനിലക്കാരൻ അല്ലെങ്കിൽ സെൻഡറിൽ നിന്ന് മെസ്സേജ് റിസീവറിലേക്ക് എത്തുന്നത് ഏതെങ്കിലും ഒരു ചാനൽ വഴിയാണ്. People differ their communication skill. ആളുകൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വ്യത്യസ്തരാണ്. They need developing their skills in communication by effective training. നല്ല രീതിയിലുള്ള ജോബുകൾ ചെയ്യുന്നതിനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് സ്കില്ലൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഏത് മേഖലയിലും എവിടെ ചെന്നാലും ഇംഗ്ലീഷ് ഈസ് എ മസ്റ്റ്. ഇംഗ്ലീഷ് ഇന്നവിറ്റബിൾ ആണ്. ഇംഗ്ലീഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഈസ് എ ബ്രെഡ് വിന്നർ എന്ന് കൂടി പറയാറുണ്ട്. അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത്
നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മളുടെ മലയാളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മലയാളം നമ്മുടെ നാട്ടിലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, അവിടെ എല്ലാം തന്നെ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ബുദ്ധിമുട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷ് ഈസ് എ ബ്രെഡ് വിന്നർ എന്നാണ് പറയുന്നത്. അപ്പം നല്ല ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിർബന്ധമായും നേടേണ്ടതുണ്ട്. ട്രെയിനിങ് ഹെൽപ്സ് ഡെവലപ്പിംഗ് ദ സ്കിൽസ്. ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നേടിയെടുക്കാനായിട്ടുള്ള നല്ല എഫക്റ്റീവ് ട്രെയിനിങ്ങുകൾ നമ്മൾ നേടണം. ബിസിനസ്സിലും അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിലും നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ദ റൈറ്റ് മെസ്സേജ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റ്. വേണ്ട സമയത്ത് വേണ്ട മെസ്സേജ് വേണ്ട ആൾക്ക് കൊടുക്കാനായിട്ട് കഴിയണം. ഇത്തരത്തിലുള്ള ട്രെയിനിങ് ലഭ്യമായാൽ നമുക്ക് അതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ്സ്. പലതരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ലിസണിങ് സ്കിൽ, സ്പീക്കിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, ഇൻഫ്ലുവൻസിങ്, നെഗോഷിയേറ്റിംഗ്, ഫെസിലിറ്റേഷൻ, എഫക്റ്റീവ് പ്രസന്റേഷൻ, റെസ്പോണ്ടിങ് എക്സെട്ര. ഇങ്ങനെ പലതരത്തിലുള്ള എഫക്റ്റീവ് സ്കിൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. Then means of communication. Means of communication. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. സ്പീച്ച് നമുക്കറിയാം. സ്പീച്ച് പല ഇമ്പോർട്ടൻറ്റ് സ്പീച്ചുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മളും സ്പീച്ച് ചെയ്യാറുണ്ട്, നമ്മൾ പ്രസംഗിക്കാറുണ്ട്, പല വേദിയിലും നമ്മളൊക്കെ പ്രസംഗിക്കാറുണ്ട്, സ്റ്റേജിൽ കയറി പല നടത്താറുണ്ട്. പക്ഷെ ഹിസ്റ്ററിയിൽ പേരുകേട്ട കുറെ സ്പീച്ചുകളുണ്ട്. അപ്പൊ നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ സ്പീച്ച്. അത്തരത്തിലുള്ള അതൊക്കെ നല്ല എഫക്റ്റീവ് ട്രെയിനിങ് ലഭിച്ച പോലെയുള്ള നല്ല സ്പീച്ചുകളാണ്. അത്തരത്തിലുള്ള സ്പീച്ചൊക്കെ നമുക്ക് പറയാനായിട്ട് എഫക്റ്റീവ് ട്രെയിനിങ് കിട്ടണം. നല്ല ട്രെയിനിങ് കിട്ടിയാലേ നമുക്ക് അത്തരത്തിലുള്ള സ്പീച്ചൊക്കെ ആ രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ റൈറ്റിംഗ്. റൈറ്റിംഗ് ഇസ് എ സ്കിൽ. റൈറ്റിംഗ് സ്കിൽ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം നോക്കുക. അതുപോലെ പ്രിന്റിംഗ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കൂ. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്ര തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? പ്രധാനമായി 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളാണ് ഉള്ളത്. വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? നോക്കൂ. വി യൂസ് വേർഡ്സ്, ലാംഗ്വേജസ്, റിട്ടൺ ഓർ സ്പോക്കൺ ഫോം. 5-10% of total communication is verbal. നമ്മുടെ ടോട്ടൽ കമ്മ്യൂണിക്കേഷനില് 5% വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ്, റിട്ടൺ ഓർ സ്പോക്കൺ, എഴുത്തോ അതുപോലെ തന്നെ സ്പീച്ചോ അല്ലെങ്കിൽ പറച്ചിലോ ആണെങ്കിൽ അത്തരം കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ വെർബൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടോട്ടൽ കമ്മ്യൂണിക്കേഷന്റെ പകുതി ഭാഗമെങ്കിലും റിട്ടൺ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് സ്പോക്കണോ ചെയ്യുകയാണെങ്കിൽ അതാണ് വെർബൽ. അതായത് വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തും പറച്ചിലുമാണ്. Then non-verbal is more important than verbal. പല സാഹചര്യത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ, നമ്മൾ ആ സംസാരത്തിന്റെ ഭാഗമായി നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മൾ നോൺ വെർബൽ കൂടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. നോൺ വെർബൽ മീൻസ് എ സീരീസ് ഓഫ് ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സൈൻസ്, ബോഡി മൂവ്മെന്റ്സ്, ഐ കോണ്ടാക്ട്, പ്ലേയിങ് വിത്ത് ഒബ്ജെക്ട്സ്, head nodding, shaking his body and tone of various sounds. അപ്പോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ് ഇവയെല്ലാം. എ സീരീസ് ഓഫ് ഗെസ്റ്റേഴ്സ്, ഒരുപാട് സിഗ്നലുകള്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്ത് പല ഭാവങ്ങൾ വരുത്തിക്കൊണ്ട് പലതരത്തിലുള്ള ആശയവിനിമയം നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതെല്ലാം. ഇപ്പൊ ഒരാള് നമ്മളുടെ മുഖം നോക്കിയാൽ നമുക്കറിയാം ഒരാള് ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ ഒരാള് ഹാപ്പിയിലാണോ,
എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഫേസിൽ നോക്കിയാൽ നമുക്കറിയാം. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അതും ഒരു ആശയവിനിമയമാണ്. ദെൻ പല സൈനുകൾ കാണിച്ചുകൊണ്ട്, സൈൻ എക്സാമ്പിൾ നമ്മൾ ബസ്സിലൊക്കെ ഉപയോഗിക്കുന്ന യാത്രക്കാരല്ല അതിലുള്ള തൊഴിലാളികൾ കാണിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. അവർ വിരൽ ഉപയോഗിച്ചിട്ടും പലതരത്തിലുള്ള സൈനുകൾ കാണിക്കാറുണ്ട്. അതുപോലെ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ക്രിക്കറ്റ് കാണുകയാണെങ്കിൽ നമുക്കറിയാം അവർ 4 അടിക്കുമ്പോഴും 6 അടിക്കുമ്പോഴും വൈഡ് ആകുമ്പോഴൊക്കെ ഓരോരോ സിഗ്നലുകൾ കാണിക്കുന്നു. അതുപോലെ ബോഡി മൂവ്മെന്റ്സ്, ശരീര അവയവങ്ങൾ ഇളക്കിക്കൊണ്ട്, അതുപോലെ ബോഡി മൂവ്മെന്റ്സ്, തല ആട്ടുന്നു, ഷോൾഡർ ഷേക്ക് ചെയ്യുന്നു, ഐ കോണ്ടാക്റ്റുകൾ, കണ്ണുകൊണ്ടുള്ള പല രീതിയിലുള്ള നോട്ടങ്ങൾ, അതെല്ലാം തന്നെ ആശയവിനിമയമാണ്. പ്ലേയിങ് വിത്ത് ഒബ്ജക്ട്സ്, പല ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആശയവിനിമയം നടത്താറുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷിലൊക്കെ ഹെലൻ കെല്ലറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹെലൻ കെല്ലർ, ആ കുട്ടി കണ്ണ് കാണാൻ വയ്യ, ചെവി കഴിക്കില്ല, സംസാരിക്കാൻ വയ്യ, ഈ 3ഉം നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഹെലൻ കെല്ലർ. എന്നിട്ടും ലോക പ്രശസ്തയായി മാറി. എങ്ങനെയായിരുന്നു? അവര് ടീച്ചർ പഠിപ്പിച്ച മെത്തേഡ് ഇതായിരുന്നു, പ്ലേയിങ് വിത്ത് ഒബ്ജക്ട്സ്. പല ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ പഠിപ്പിച്ചെടുത്തത്. ഒരു ഡോൾ ആണെങ്കിൽ ഒരു ഡോള് കയ്യിൽ വെച്ചു കൊടുക്കും. ഒരു കൈവിരല് കൊണ്ട് DOLL എന്ന അക്ഷരങ്ങളിലൂടെ കൈ സ്പെൽറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അപ്പൊ കുട്ടി മനസ്സിലാക്കും ദിസ് ഇസ് എ ഡോൾ. ആ രീതിയിലാണ് പ്ലേയിങ് വിത്ത് ഒബ്ജക്ട്സ്. ദെൻ ഹെഡ് നോഡിങ്, തലയാട്ടുന്ന, ഇല്ലാന്നും ഉണ്ടെന്നും എല്ലാം കാണിക്കുന്നതിനൊക്കെ നമ്മൾ തലയാട്ടാറുണ്ട്. വേണമെന്നുള്ളതിന് നമ്മൾ തലയാട്ടാറുണ്ട്. ഷേക്കിംഗ് ഹിസ് ബോഡി, കൈ ആട്ടി നമ്മൾ പലതും കാണിക്കാറുണ്ട്. ടാറ്റ പറയുന്ന പോലെ വേണമെന്നും വേണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ ടോൺ, പല ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. എല്ലാം തന്നെ പലതരത്തിലുള്ള ആശയവിനിമയങ്ങളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. That is non-verbal communication. So speech and write is verbal communication. Is series of gestures, facial expression, eye contact, playing with objects, head nodding, shaking his body, tone, etc. എല്ലാം തന്നെ non-verbal communication ആണ്. There are രണ്ടിനും equal importance ഉണ്ട്. There are 4 types of communication on the basis of nature of the interaction. അപ്പൊ നമ്മള് വ്യക്തികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യുന്നു, റിഹേഴ്സ് ചെയ്യുന്നു. പിറ്റേ ദിവസത്തെ ഇന്റർവ്യൂവിന് നമ്മൾ തലേ ദിവസം വാതിലൊക്കെ അടച്ച് ഒരു മിററിന് മുമ്പിൽ നിന്ന് നമ്മൾ സ്വയം ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ സ്വയം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പരസ്പരം 2 വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഡിസ്കഷൻ നടത്തുന്നതിനെയാണ് ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ഒരു വലിയ ഓഡിയൻസിന്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു സെമിനാർ, ഇതൊക്കെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇന്ററാക്ഷന്റെ നേച്ചർ അനുസരിച്ച് 4 ആയി തരംതിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ: ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്പീക്ക് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, സ്വയം സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് വൺ പേഴ്സൺ ടോക്ക് വിത്ത് അനദർ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിസ്കഷൻ ഒക്കെ ഇതിൽ പെടുന്നു. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എ വൈഡ് ഓഡിയൻസ്, വലിയൊരു ഓഡിയൻസിന്റെ മുൻപിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് സെമിനാർ, ഇതെല്ലാം തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്പീച്ച് ഈസ് കാൾഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ സ്പീച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ,
അതൊരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഓൺലി, നോ റൈറ്റ്, സ്പീച്ച് ഓൺലി. ഇപ്പോ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. കുറച്ച് സമയം കൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് ഓൺലി, ടോക്ക് ഓൺലി. Then communication using written materials are called written communication. Written materials, പേപ്പർ, പേന, പെൻസിൽ തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ written communication എന്ന് പറയുന്നത്. Then written and spoken is very important. റൈറ്റിങ്ങും അതുപോലെ തന്നെ സ്പീക്കിങ്ങും രണ്ടും കൂടി ചേർന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ കമ്മ്യൂണിക്കേഷനും വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോക്കൂ, 2 types of communication, verbal and non-verbal. Verbal communication means writing and speaking. നമ്മുടെ ടോട്ടൽ കമ്മ്യൂണിക്കേഷന്റെ പകുതി ഭാഗമെങ്കിലും വേർഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിച്ച് റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പീച്ച് ചെയ്യുകയാണെങ്കിൽ അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, ഷേക്കിംഗ് യുവർ ബോഡി, ഹെഡ് നോഡിങ്, ദെൻ പ്രൊഡ്യൂസിങ് ഡിഫറെന്റ് സൗണ്ട്സ്, എല്ലാം തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എല്ലാം തന്നെ പലതരത്തിലുള്ള ആശയങ്ങളെ വിനിമയം ചെയ്യുകയാണ് നടക്കുന്നത്. ദെൻ there are 4 types of communication on the basis of nature. Intrapersonal communication, then talk with himself or herself, സ്വയം സംസാരിക്കുന്നതിനെ intrapersonal communication എന്ന് പറയുന്നു. Talk with one person to another, രണ്ട് വ്യക്തികൾ പരസ്പരം സംസാരിക്കുന്നതിനെ interpersonal communication എന്ന് പറയുന്നു. പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഒരു വലിയ ഓഡിയൻസിന്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന്റെ വേണ്ടി നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ദെൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്പീച്ച് ഈസ് കാൾഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. സ്പീച്ച് മാത്രമുള്ളൂ എങ്കിൽ അതിനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഇന്റർവ്യൂ. Then communication using written materials are called written communication. Written materials ഉപയോഗിച്ച് എഴുതിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെ written communication എന്ന് പറയുന്നു. Written and spoken, എഴുതുക അതുപോലെ തന്നെ പറയുക, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. That is verbal communication. Then telecommunication, നമുക്കറിയാം ടെലികമ്മ്യൂണിക്കേഷൻ ഇന്ന് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് ടെലികമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് മീഡിയാസ്. ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവരും ധാരാളമായി ഇന്ന് ഉപയോഗിക്കുന്ന മീഡിയ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ഇസ് കാൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ, വയർലെസ് സിസ്റ്റം, ടെലിഫോൺ തുടങ്ങിയതെല്ലാം തന്നെ ഇലക്ട്രോണിക് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുവഴി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, ഫോണിലാണെങ്കിലും പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പലതരത്തിലുള്ള ആശയവിനിമയം നമ്മൾ നടത്തുന്നു. അതിനായിട്ടുള്ള പല ആപ്ലിക്കേഷൻസും ഇന്ന് നിലവിലുണ്ട്. നോക്കാം, ടെലിഫോൺ ലൈൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ ഡിവൈസ് ഒക്കെ അതിനുള്ള ചാനലായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രധാനപ്പെട്ടത് ഇമെയിൽ, നമുക്കറിയാം ഇമെയിൽ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടുന്ന ഒന്നാണ് ഇമെയിൽ. ദെൻ ഈ ഷോപ്പിംഗ്, ഈ പേയ്മെന്റ്സ്, ഈ ബില്ലിംഗ്, ഈ ബുക്കിംഗ് തുടങ്ങിയ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ ഇന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇന്റർനെറ്റ് വഴിയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നമുക്ക് അറിയാം, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് അതിന് ഉപയോഗിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ. Then kinesis is the interpretation of body language, facial expressions, etc. അപ്പൊ നമ്മൾ നോൺ വെർബൽ ലാംഗ്വേജ് പറഞ്ഞു, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട് തുടങ്ങിയതെല്ലാം നോൺ വെർബൽ ലാംഗ്വേജിൽ ഉൾപ്പെടുന്നു. അതിന്റെ പഠനം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജിന്റെ പഠനത്തെ കൈനസിസ് എന്നാണ് പറയുന്നത്. കൈനസിസ് എന്നാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബോഡി ലാംഗ്വേജ്. കൈനസിസ് ഈസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജിനെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ ഓർ സ്റ്റഡി ആണ് കൈനസിസ്. Then paralanguage, that is the study of paralanguage is known as paralinguistics. It includes speech, volume, intonation. Intonation means sound കൂടുക കുറയുക,
ഉയർന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ സൗണ്ട് ഉയരുന്നതിനും താഴുന്നതിനെയാണ് നമ്മൾ ഇന്റോണേഷൻ എന്ന് പറയുന്നത്. സ്പീച്ച് ഒക്കെ ചെയ്യണ പ്രസംഗിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, പാർട്ടി പ്രവർത്തകരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ചില സമയത്ത് പതുക്കെ പതുക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് അങ്ങ് ഉച്ചത്തിലേക്ക് പോകും. ദാറ്റ് ഈസ് ഇന്റോണേഷൻ. സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് ഉയരുന്നതിനെയും താഴുന്നതിനെയും ആണ് നമ്മൾ ഇന്റോണേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. ഇതിനെല്ലാം പിച്ച്, വോളിയംസ് തുടങ്ങിയതിന്റെ പഠനത്തെയാണ് പാരാലിംഗ്വിസ്റ്റിക്സ് എന്നാണ്. ഇത്തരത്തിൽ ഈ ലാംഗ്വേജിനെയാണ് പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റഡിയെയാണ് നമ്മൾ പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് പാരാ ലാംഗ്വേജ് ഈസ് നോൺ ആസ് പാരാലിംഗ്വിസ്റ്റിക്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? പിച്ച്, വോളിയം, ഇന്റോണേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് സൗണ്ട്സ്. സൗണ്ട്, ഒരു പാട്ടൊക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ ഉയർത്തി പാടേണ്ടി വരും, ചില സമയങ്ങളിൽ താഴ്ത്തി പാടേണ്ടി വരും. ചില വരികൾ ഉയർത്തി, ചില വരികൾ താഴ്ന്നു പോകുന്നു. അതുപോലെ തന്നെ സ്പീച്ച് ചിലപ്പോ സ്ലോയില്, ചിലപ്പോ ഉയർത്തി പറയുന്ന സൗണ്ട് ഉയർന്നു വരുന്നു. ഇത്തരത്തിലുള്ള അതിനെയാണ് ഇന്റോണേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, വിത്ത് ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ കമ്മ്യൂണിക്കേഷൻ അറിയാം. ദെൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബോഡി ലാംഗ്വേജ് ഈസ് കാൾഡ് കൈനസിസ്. കൈനസിസ് എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജിന്റെ സ്റ്റഡിയാണ്. പാരാ ലാംഗ്വേജിന്റെ സ്റ്റഡിയെ നമ്മൾ പാരാലിംഗ്വിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. Then how to improve written or oral communication? എങ്ങനെയെല്ലാം നമുക്ക് നമ്മളുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും ഇംപ്രൂവ് ചെയ്യാം? എങ്ങനെ നമുക്കൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം? ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് നമുക്ക് റിട്ടൺ നല്ല രീതിയിൽ എഴുതുന്നതിനും അത് പ്രസന്റ് ചെയ്യുന്നതിനും സാധിക്കുന്നത്. ഇയേഴ്സ് ഓഫ് സിൻസിയർ പ്രാക്ടീസ്, വർഷങ്ങൾ കൊണ്ടുള്ള പ്രാക്ടീസ് അതാണ്. പ്രാക്ടീസ് ആണ് നമുക്ക് നല്ല രീതിയിൽ എഴുതുന്നതിന് സഹായിക്കുന്നത്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയി വരുന്നതിന്, നല്ല രീതിയിൽ എഴുതുന്നതിന് ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് സാധിക്കുന്നത്. എ പേഴ്സൺ ക്യാൻ അറ്റൈൻ ദ സ്കിൽ ഇൻ റൈറ്റിംഗ്. അങ്ങനെയാണ്, ഒരുപാട് വർഷത്തെ പ്രാക്ടീസിൽ കൊണ്ടാണ് ഒരു റൈറ്ററൊക്കെ നല്ലൊരു എഴുത്തുകാരനൊക്കെ ആയി മാറുന്നത്. അങ്ങനെയാണ്. റൈറ്റിംഗ് ഈസ് എ ഗിഫ്റ്റ് ടു എ റൈറ്റർ ലീഡ്സ് ടു പ്രൊവിഷൻസ്. ചിലൊരു പ്രൊഫഷനായി തന്നെ റൈറ്റിംഗ് എടുത്തവരുണ്ട്. അതായത് എഴുത്തുകാരൊക്കെ അവരുടെ പ്രൊഫഷൻ അത് വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ്. Then give us many illustrations, charts, diagrams and examples. അതെല്ലാം തന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇല്ലസ്ട്രേഷൻസ്, ചാർട്ടുകൾ, ഡയഗ്രാംസ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അവോയ്ഡ് അൺനെസസറി എക്സ്പ്ലനേഷൻസ് ആൻഡ് വേർഡ്സ്. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷൻസ്, അതുപോലെ ആവശ്യമില്ലാത്ത വേർഡുകളൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കണം. യൂസ് ഓൺലി ഷോർട്ട് സെന്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ്. ചെറിയ ചെറിയ സെന്റൻസുകളും അതുപോലെ തന്നെ പാരഗ്രാഫുകളും ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ റൈറ്റിംഗ് ഒന്നുകൂടി എഫക്റ്റീവ് ആയിരിക്കും. മനസ്സിലാക്കുന്നതിനും കേൾവിക്കാർക്കും അത് കാണുന്നവർക്ക് മനസ്സിലാകുന്നതിനും വളരെ സഹായിക്കും. സിമ്പിൾ സെന്റൻസുകൾ സിമ്പിൾ ആയിട്ട് എഴുതുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ പാരഗ്രാഫുകളായിട്ട് വേർതിരിച്ചിട്ട് എഴുതുക. ഇതെല്ലാം എഫക്റ്റീവ് റൈറ്റിംഗിൽ പെടുന്നതാണ്. Then prefer active voice and passive voice in sentence construction. ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒരു സെന്റൻസ് നിർമ്മിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഉപയോഗിച്ച് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇയേഴ്സ് ഓഫ് സിൻസിയർ പ്രാക്ടീസ്, ആത്മാർത്ഥമായ ഒരുപാട് വർഷത്തെ പ്രാക്ടീസിൽ നിന്നാണ് നല്ല എഴുത്തുകാരനാവാൻ സാധിക്കുന്നതും ഒരു പ്രൊഫഷനായിട്ട് അത് മാറ്റാനായിട്ട് സാധിക്കുന്നതും. ഗിവ് us many illustrators, ചാർട്ട്, ഡയഗ്രാംസ് ഒക്കെ നമുക്കതിന് എക്സാമ്പിൾ ആണ്. ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷൻസും ആവശ്യമില്ലാത്ത വേർഡുകളും ഒഴിവാക്കുക എഴുതുമ്പോൾ. യൂസ് ഓൺലി ഷോർട്ട് സെന്റൻസസ്, പാരഗ്രാഫ്സ്. സെന്റൻസുകളെ ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് തെറ്റുകൂടാതെ എഴുതാൻ ശ്രമിക്കുക. ദെൻ പാരഗ്രാഫുകളായിട്ട് തരംതിരിച്ച് എഴുതുക. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് തുടങ്ങിയ സെന്റൻസ് കൺസ്ട്രക്ഷന് വേണ്ടി ഇവ ഉപയോഗിക്കുക. ദെൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാം? ഓറൽ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് പ്രാക്ടീസ്. നല്ല രീതിയിൽ നമുക്ക് സ്പീച്ച് ചെയ്യുന്നതിന്, നല്ല രീതിയിൽ നമുക്ക് പറയുന്നതിന് പ്രാക്ടീസ് തന്നെ വേണം. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതൽ സംസാരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ സംസാരിക്കാനായിട്ട് കഴിയാതിരിക്കുകയും നമ്മൾ അവിടെ തോറ്റുപോവുകയും ചെയ്യും. ദെൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് പ്രാക്ടീസ്. അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷനും പ്രാക്ടീസ് നിർബന്ധമാണ്. So practice, a person gradually learns to speak clearly and precisely to the point. For practice,
കുറെ കാലം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് താരതമ്യേന എന്താവും, ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ പോയിന്റ് വൈസ് ആയിട്ട് സംസാരിക്കുന്നതിനും കഴിയുന്നു. must state clearly to topic of your speech. എപ്പോഴും must state clearly to topic of your speech. നമ്മൾ സ്പീച്ച് ചെയ്യുന്ന ടോപ്പിക്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ നമ്മൾ സ്പീച്ച് നടത്തുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. must make the topic important and interesting to the audience. ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് ഓഡിയൻസിന് ഇൻട്രസ്റ്റിംഗ് ആകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വേണ്ടത്. മസ്റ്റ് യൂസ് സ്റ്റോറീസ് ആൻഡ് അനഡോക്സ്. അതുപോലെ തന്നെ കഥകള്, അതുപോലെ പഴഞ്ചൊല്ലുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും ഒന്നുകൂടി കേൾവിക്കാർക്ക് മനസ്സിലാകും. മസ്റ്റ് ഇൻക്ലൂഡ് ജോക്സ് ഇഫ് യു ലൈക്ക്. ജോക്കുകള് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജോക്കുകൾ ഉപയോഗിച്ചാലും തെറ്റില്ല, പക്ഷെ ഒരിക്കലും അത് അധികമാകാൻ പാടില്ല. മസ്റ്റ് ട്രൈ ടു ഡെലിവർ ദ മെസ്സേജ് ഇൻ ഈസി അണ്ടർസ്റ്റാൻഡബിൾ സ്റ്റൈൽ, enabling your listeners to understand your message clearly. Practice and rehearse. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേൾവിക്കാർക്ക് നമ്മൾ ഡെലിവർ ചെയ്യുന്ന മെസ്സേജസ്, നമ്മൾ നൽകുന്ന മെസ്സേജസ് വളരെ ഈസി അണ്ടർസ്റ്റാൻഡബിൾ സ്റ്റൈലിൽ കൊടുക്കുക. അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ അത് കൺവേ ചെയ്തു കൊടുക്കണം. ലിസണേഴ്സിന് പെട്ടെന്ന് എന്താണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ആ രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് വേണം പറയാനായിട്ട്. അതിനുവേണ്ട പ്രാക്ടീസ്, റിഹേഴ്സ് നമ്മൾ ചെയ്യണം. Then oral communication requires practice. A person gradually learns to speak clearly and precisely to point. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഗ്രാജുവലായി നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ പോയിന്റ് വൈസ് ആയിട്ട് സ്പീച്ച് ചെയ്യുന്നതിനും സാധിക്കുന്നു. must state clearly the topic of your speech. നമ്മുടെ സ്പീച്ചിന്റെ ടോപ്പിക് എന്താണോ ടോപ്പിക്കിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കുക, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. then must take the topic important interesting to the audience. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുക, ഓഡിയൻസിനെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക. must use stories and anecdotes. എപ്പോഴും സ്റ്റോറികളും അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ തുടങ്ങിയതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. must include jokes if you like. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജോക്കുകള്, ചെറിയ ജോക്കുകള് ഉപയോഗിക്കാം. must try to deliver the message in easy understandable style. ഇപ്പോഴും നമ്മുടെ കേൾവിക്കാർക്ക് നമ്മൾ നൽകുന്ന മെസ്സേജുകള് വളരെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ നൽകുവാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ട പ്രാക്ടീസും റിഹേഴ്സും നമ്മൾ എടുത്തിരിക്കണം. ഇങ്ങനെ നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം. Then effective communication training. Effective communication training. പലതരത്തിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആക്കാം നോക്കൂ. എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്. പലതരത്തിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങുകൾ, പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം. ഒന്ന് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്. എന്താണ് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്? ഒരു വ്യക്തി ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മീറ്റിംഗ് എങ്ങനെ തുടങ്ങാം, എങ്ങനെ അത് അവസാനം വരെ ലീഡ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ അതിനെ നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ വലിയൊരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. ചെറിയൊരു മീറ്റിംഗ് നമ്മൾ കൂടുന്ന പോലെയല്ല, വലിയൊരു മീറ്റിംഗ് ഒക്കെ അത് ലീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമേറിയ കാര്യം തന്നെയാണ്. അപ്പൊ എഫക്റ്റീവ് ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതൊരു പ്രയാസമാകുന്നില്ല. ഏത് രീതിയിൽ തുടങ്ങണം, എങ്ങനെയെല്ലാം തുടങ്ങണം, അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് സക്സസ് ആവാം എന്ന് ഈ ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിക്ക് അറിയാം. then എങ്ങനെ അതിനെ ലീഡ് ചെയ്യണം, അവസാനം വരെയും എല്ലാവരെയും പിടിച്ചിരുത്തിക്കൊണ്ട് എങ്ങനെ ആ മീറ്റിംഗ് അവസാനം വരെ എത്തിക്കണം, എങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യണം, എങ്ങനെ അത് അവസാനിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It gives training for conducting meetings. Then രണ്ടാമത് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്. ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് മീൻസ് ഒരു മാനേജ്മെന്റില് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും. പലതരത്തിലുള്ള
പ്രോബ്ലംസ് ഒരു മാനേജ്മെന്റിനുള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ്. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ കാണുന്നതാണ്. ക്രൈസിസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഇൻ മാനേജ്മെന്റ്. ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് അത് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ലഭിച്ച ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള എമർജൻസി ആയ അവസ്ഥകളിൽ ഇതിനെ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ഈ ക്രൈസിസ് അതുപോലെ ഇവരുടെ ഇടയിലുള്ള മാനേജ്മെന്റിന്റെ ഇടയിലുള്ള കോൺഫ്ലിക്ട്സും വളരെ വേഗം സോൾവ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നു. അതിന് അവര് വെൽ എക്യുപ്ഡ് ആയിരിക്കും. ഇത്തരത്തിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ലഭിച്ചവർക്ക്, അല്ലെങ്കിൽ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ലഭിച്ച വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ വളരെ പെട്ടെന്ന് മറികടക്കുന്നതിനായിട്ട് സാധിക്കുന്നു. ദെൻ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്. പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, ഇപ്പൊ നമുക്കറിയാം പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് അത് പബ്ലിക്കിന്റെ ഇടയിലുള്ള പ്രവർത്തനം നമുക്ക് ഒരുപാട് അറിയാം. നമ്മുടെ വീട്ടിലൊക്കെ പല പ്രോഡക്റ്റ് വിൽക്കുന്നതിനും ഒക്കെ ആയിട്ട് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും വരുന്നതാണ് ആളുകൾ. അപ്പൊ പബ്ലിക്കിന്റെ അടുത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, which integrates with business plan and gain effective workplace communication. അപ്പോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇപ്പൊ മാർക്കറ്റിംഗ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ്, നമ്മളുടെ അടുത്തൊക്കെ പല പ്രോഡക്റ്റ് കൊണ്ട് പലരും വരുന്നു. അവർക്ക് കറക്റ്റ് അതിനുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കും ഏത് രീതിയിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയണം. അത് വളരെ കോൺഫിഡന്റോട് കൂടിയിട്ട് പറയാനുള്ള അത്രയും ട്രെയിനിങ് ലഭിച്ചിട്ടാണ് അവര് നമ്മളുടെ മുമ്പിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായ രീതിയിൽ അവർ നമ്മളോട് അവതരിപ്പിക്കുകയും ഏതെങ്കിലും രീതിയിൽ ആ പ്രോഡക്റ്റ് വാങ്ങാൻ നമ്മൾ താല്പര്യപ്പെടുകയും ചെയ്യും. ആ രീതി അതാണ്, അപ്പോഴാണ് അവർ സക്സസ് ആകുന്നത്. വിച്ച് ഇന്റഗ്രേറ്റ്സ് വിത്ത് ബിസിനസ് പ്ലാൻ ആൻഡ് ഗെയിൻ എഫക്റ്റീവ് വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ. എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി, റിലേറ്റ് ടു അതേഴ്സ് മോർ എഫിഷ്യൻലി. എൻഹാൻസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും റിലേറ്റ് ടു അതേഴ്സ് മോർ എഫിഷ്യൻലി മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനും ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് കസ്റ്റമർ സിറ്റുവേഷൻ സാറ്റിസ്ഫാക്ടറിലി. എന്താണ് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ്? ഇപ്പൊ നമുക്കറിയാം ചില കസ്റ്റമേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അധികം ആളുകളും വളരെ നല്ല രീതിയിലെങ്കിലും ചിലരെങ്കിലും അതില് പ്രോബ്ലം സൃഷ്ടിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. ചെറിയൊരു പ്രശ്നത്തിനും അവർ വലിയ പ്രോബ്ലം സൃഷ്ടിക്കും. അപ്പൊ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മളെപ്പോഴും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ അവര് തന്നെ നമുക്ക് വലിയൊരു തലവേദനയായിട്ട് മാറും. അപ്പൊ ഇതുപോലെയുള്ള ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ്, അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എക്സാമ്പിൾ നമ്മളൊരു ഹോട്ടലിൽ കയറുന്നു, അധികവും നമ്മൾ അവിടെ നല്ല വൃത്തി ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാന്ന് തീരുമാനിക്കുന്നത്. ചിലരങ്ങനെയല്ല, ചിലർ അവിടെ എന്തെങ്കിലും ഫാൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉച്ചത്തിൽ പറയുകയും ബഹളം ഉണ്ടാക്കുകയും അതിന്റെ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ലഭിച്ച ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സിനെ വളരെ സാറ്റിസ്ഫാക്ടറിലി, വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സാധിക്കും. മേക്ക് ചേഞ്ചസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി, വളരെ എഫക്റ്റീവായും എഫിഷ്യൻസിയോടുകൂടിയും ചേഞ്ചസ് വരുത്തുന്നതിനും സാധിക്കുന്നു. യുണൈറ്റ് എംപ്ലോയീസ് ആൻഡ് മോട്ടിവേറ്റ് ദം ടു അച്ചീവ് ഗോൾസ്. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങിലൂടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഐക്യത ഉണ്ടാക്കുന്നതിനും അതുപോലെ മോട്ടിവേറ്റ് ദം ടു അച്ചീവ് ഗോൾസ്, അവരുടെ എയിമിലേക്ക് എത്തിച്ചേരുവാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇങ്ങനെ പ്രധാനമായുള്ള 3 ട്രെയിനിങ് ആണ്. പല ട്രെയിനിങ്ങുകൾ ഉണ്ട്, അതിൽ എക്സാമ്പിൾ ആയിട്ട് 3 പറഞ്ഞതാണ്. 1 എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, 2 ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, 3 പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്. Okay, thanks.